കൊല്ലം ചടയമംഗലത്ത് സ്വർണ്ണക്കടയിൽ മോഷണ ശ്രമം നടത്തിയ യുവതിയും യുവാവും പിടിയിലായി. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സുജിത്തും പാലോട് സ്വദേശി സ്നേഹയുമാണ് അറസ്റ്റിലായത്. 100-ലധികം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ചടയമംഗലം പോലീസ് നടത്തിയ അന്വേഷണമാണ് പ്രതികളെ കുടുക്കിയത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ചടയമംഗലത്തെ സ്വർണ്ണക്കടയിൽ മോഷണശ്രമം നടന്നത്. ജുവലറി ജീവനക്കാർക്കും ഉടമയ്ക്കും നേരെ പെപ്പർ സ്പ്രേ പ്രയോഗിച്ചായിരുന്നു മോഷണശ്രമം. സ്വർണ്ണമാല കൈക്കലാക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ ഇരുചക്രവാഹനത്തിൽ ഇരുവരും രക്ഷപ്പെടുകയായിരുന്നു. പ്രതികൾ മാസ്ക് ധരിച്ചെത്തിയതിനാൽ മുഖം വ്യക്തമായിരുന്നില്ല. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ചടയമംഗലം പോലീസ് അന്വേഷണം തുടങ്ങി. പ്രതികൾ കടന്ന സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റ് തിരിച്ചറിയാൻ കഴിയാത്ത വിധം നശിപ്പിച്ചിരുന്നു. ഇത് അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയായി. എന്നാൽ ഇടയ്ക്ക് യുവതി മറ്റൊരു സ്കൂട്ടർ മാറിക്കയറി. CCTV പരിശോധനയിൽ ഈ ദൃശ്യം പോലീസിന് ലഭിച്ചു. സ്കൂട്ടർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് സ്നേഹയിലേക്ക് എത്തിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടും കൊട്ടാരക്കരയിലും ആയൂരും ചടയമംഗലത്തുമുള്ള ഷോപ്പുകളാണ് അവർ നോക്കി വെച്ചിരുന്നത്. അതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് തോന്നിയത് ചടയമംഗലം ലിമിറ്റിലുള്ള ഓരോയിടത്തുള്ള നമ്മളെ ഈ ജുവലറിയിലാണ്. അവിടെ ആള് കുറവായിരുന്നു. അവരല്പം ടൗണിൽ നിന്ന് മാറിയ സ്ഥലമാണ്. അതാണ് അത് തിരഞ്ഞെടുക്കാൻ കാരണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പാലോടുള്ള വീട്ടിൽ നിന്നും സ്നേഹയെ പിടികൂടി. യുവതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടുപ്രതിയായ നെടുമങ്ങാട് സ്വദേശി സുജിത്തിനെ പിടികൂടിയത്. പ്രതികൾ മുൻപ് ഒരു വാഹന ഷോറൂമിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു. അവിടെ വെച്ചാണ് അടുത്ത സുഹൃത്തുക്കളാകുന്നത്. സാമ്പത്തിക പ്രയാസമാണ് മോഷണശ്രമത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതികളുടെ മൊഴി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് സംസ്ഥാനത്തുടനീളം